നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് 3ൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്. നമ്മളിതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് അഡോളസൻസിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ അഡോളസൻസിൻ്റെ ഡെവലപ്മെൻറ്റൽ ടാസ്ക്, പിന്നെ അഡോളസൻസിൽ പഠനം നടത്താൻ ഉപയോഗിക്കുന്ന ടെക്നിക്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ വരുന്ന അടുത്തൊരു ഏരിയയാണ് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നെല്ലാം കൂടിയിട്ട് 10 മാർക്കിനാണ് സാധാരണ ചോദിക്കാറ്. ഈ ഒരു പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് എന്ന് പറയുന്നത് അധികം ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കാറ്. അപ്പോൾ നമ്മൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പ്രോബ്ലമാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എ പീരീഡ് ഓഫ് അൺസർട്ടനിറ്റി ഓർ കൺഫ്യൂഷൻ ഇൻ എ പേഴ്സൺസ് ലൈഫ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാവുന്ന കുറച്ച് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റിക്കാണ് നമ്മൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അഡോളസൻ സ്റ്റേജിലാണ് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാവുക. അതായത് ഒരാൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, ഇനി എൻ്റെ സമൂഹത്തിൽ എൻ്റെ റോൾ എന്താണ്, അങ്ങനെയുള്ള ആ ഒരു കൺഫ്യൂഷൻസൊക്കെ വരുന്നത് പ്രധാനമായിട്ടും അഡോളസൻ സ്റ്റേജിലാണ്. അപ്പോൾ അഡോളസൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. ഇനി അടുത്തൊരു പ്രോബ്ലമാണ് അണ്ടർ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അണ്ടർ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെക്കുറിച്ച് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസിൻ്റെ ബിലോയിൽ വരുന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ് ആ ആൾക്കെങ്കിൽ അവർക്ക് എന്തായിരിക്കും, അണ്ടർ അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അഡോളസൻസിൻ്റെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് അണ്ടർ അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ഫിസിക്കലായിട്ടും മാനസികമായിട്ടൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്ന സമയമാണ്. ഒരുപാട് ചേഞ്ചസ് ഒരേ സമയത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ ചില സമയത്ത് അവർക്ക് പഠനത്തിലും മറ്റുള്ള ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ അണ്ടർ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പിയർ പ്രഷറാണ്. ഈ ഒരു ടൈമിലൊക്കെ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ്, അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ പിയേഴ്സിനാണ്, അവരുടെ അതേ പ്രായത്തിലുള്ളവർക്കാണ്. അപ്പോൾ അത് കൂടുതൽ നെഗറ്റീവായിട്ട്, അതായത് പോസിറ്റീവായിട്ടും പിയർ പ്രഷർ ഉണ്ടാവും, നെഗറ്റീവായിട്ടും ഉണ്ടാവും. പക്ഷെ കൂടുതലും നെഗറ്റീവായിട്ടുള്ള പിയർ പ്രഷറാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ സെയിം ഏജിലുള്ളവർ അവരെ കൊണ്ട് ചില റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ പഠനത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വലിയ ആളാവാനായിട്ടൊക്കെ അവർ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യും. അപ്പോൾ അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിയർ പ്രഷർ എന്ന് പറയുന്നത് കൂടുതൽ നെഗറ്റീവായിട്ടാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പോസിറ്റീവായിട്ടുണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും 90% നെഗറ്റീവായിട്ടായിരിക്കും അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു അഡോളസൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇനി അടുത്തത് സബ്സ്റ്റൻസ് അബ്യൂസാണ്. സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സസീവ് എമൗണ്ട്സിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നതിനാണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡോളസൻസ് സ്റ്റേജിൽ ഇങ്ങനെയുള്ള പിയർ പ്രഷർ മൂലമൊക്കെ ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് അവർ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. പിന്നെ ഹെൽത്ത് പ്രോബ്ലംസ്. ഈ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഹെൽത്ത് പരമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. അതിൽ പ്രധാനമായിട്ടാണ് ഡിപ്രഷൻ, അതേപോലെ ഒബിസിറ്റി, അമിതവണ്ണം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവർക്ക് കൂടുതൽ ഈ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചിട്ട് അവർക്ക് ഈ പറയുന്ന ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് ഒബിസിറ്റി ഉണ്ടാവുന്നുണ്ട്. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, പീരീഡ്സ് ഇറഗുലർ ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അനീമിക്ക ആയിരിക്കും കൂടുതലായിട്ട്, കാരണം നല്ല പ്രോട്ടീനും അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഈ ഫാസ്റ്റ് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അവർ തടി വെക്കുമെന്ന് പേടിച്ചിട്ട് ഫുഡൊക്കെ ഒഴിവാക്കും. ഹെൽത്ത് കോൺഷ്യസ് ആണ് അവർ ഭയങ്കര. അപ്പോൾ അത് കൂടുതലാവുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിക്കുക. ഈ അഡോളസൻ സ്റ്റേജിലുള്ള പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവർ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാലൊക്കെ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് പ്രോബ്ലം വളരെയധികം കൂടുതലായിരിക്കും ഈ ഒരു ടൈമിൽ. പിന്നെ ഡെലിക്വൻസിയാണ്. അതറിയാലോ, ഒരു മൈനറായിട്ടുള്ള കുട്ടികൾ എന്തെങ്കിലും ക്രൈം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെലിക്വൻസി എന്ന് പറയും. ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ബിഹേവിയർ ചെയ്യുന്നതിനെ ഡെലിക്വൻസി എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുറ്റവാളികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇതിലും അവർ എത്തിപ്പെടാനുള്ള സാധ്യത. അതൊക്കെ ഈ പിയർ പ്രഷർ മൂലമാണ് കൂടുതൽ സംഭവിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ടൊക്കെ ഇങ്ങനെയുള്ള ക്രൈമിലൊക്കെ അവർ ചെന്നപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റേജിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഐഡൻറ്റിറ്റി ക്രൈസിസ് പറഞ്ഞു, അതേപോലെ തന്നെ അണ്ടർ അച്ചീവ്മെൻറ്റ്,
പിയർ പ്രഷർ, സബ്സ്റ്റൻസ് അബ്യൂസ്, ഡെലിക്വൻസി, ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പോൾ ഇത്രയാണ് അഡോളസൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.